നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഫാസിഖാണെങ്കിൽ, ഒരു മുനാഫിഖാണെങ്കിൽ, ഒരു അധർമ്മിയാണെങ്കിൽ, ഒരു തെമ്മാടിയാണെങ്കിൽ, ഒരൊറ്റ വക്തും നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ, നീ മരിക്കുമ്പോ നിന്റെ തൊട്ടടുത്തിരിക്കുന്നത് അവനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ആത്മാവിനെ സന്തോഷം കൊണ്ടുപോകേണ്ടത് അവരല്ലേ? റഹ്മത്തിന്റെ മലക്കുകളല്ലേ മുഅ്മിനീങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്? അല്ലാത്തവരെ റൂഹിനെ കൊണ്ടുപോകുന്നത് അദാബിന്റെ മലക്കുകളല്ലേ? 500 മലക്കുകൾ ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ 500 മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ? അവര് വരുന്നത് സ്വർഗത്തിലെ കഫംപുടയുമായിട്ടാണ്. അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്ന് പോയി. കാരണം ഈ മുഅ്മിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ മുഅ്മിനല്ല, അവൻ ഫാസിഖാണ്, അവൻ ഫാജിറാണ്, അവൻ മുനാഫിഖാണ്. അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം അകന്നു നിൽക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ 500 ആള് വരുന്നു. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമയെ അസ്രായീലിനുള്ളൂ. കൊണ്ടുപോകുന്നത് അസ്രായീൽ അല്ല. അലൈഹിസ്സലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാം അല്ല കൊണ്ടുപോകുന്നത് മലായികത്തുർ റഹ്മ അല്ലെങ്കിൽ മലായികത്തുൽ അദാബ്. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ ചാരത്ത് വന്നങ്ങനെ നിൽക്കണം. എത്ര സമയം വരെ നിൽക്കും? നമ്മുടെ ജനാസ, നമ്മുടെ ഭൗതിക ശരീരം വീട്ടിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടൈം വരെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെയുണ്ട്.